I am legend, faster than lightning, my autobiography, മാച്ച് അലൻ ആൻഡ് ഉസൈൻ ബോൾട്ട്. ചരിത്രത്തിലെ ഏറ്റവും മികച്ച സ്പ്രിന്ററായി കണക്കാക്കപ്പെടുന്ന ഉസൈൻ ബോൾട്ട് 8 തവണ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവും 100 മീറ്ററിലും 200 മീറ്ററിലും ലോക റെക്കോർഡ് ജേതാവുമാണ്. മിന്നൽ വേഗത, ആകർഷകമായ വ്യക്തിത്വം, പ്രകടന മികവ് എന്നിവയ്ക്ക് പേരുകേട്ട ബോൾട്ട് ട്രാക്കിലും ഫീൽഡിലും വിപ്ലവം സൃഷ്ടിച്ചു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിച്ചു. മാച്ച് അലനുമായി സഹകരിച്ച് എഴുതിയ അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ ഫാസ്റ്റർ ദാൻ ലൈറ്റ്നിംഗ് ഒരു ജമൈക്കൻ ആൺകുട്ടിയിൽ നിന്ന് ഒരു അന്താരാഷ്ട്ര കായിക ഐക്കണിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയെ സൂക്ഷ്മമായി പരിശോധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യകാല പോരാട്ടങ്ങൾ, തീവ്രമായ പരിശീലനം, പ്രധാന വിജയങ്ങൾ, പരിക്കുകളും തിരിച്ചടികളും ഉൾപ്പെടെയുള്ള വ്യക്തിപരമായ വെല്ലുവിളികൾ എന്നിവ ഈ പുസ്തകം പരിശോധിക്കുന്നു. നർമ്മവും സത്യസന്ധതയും ഉപയോഗിച്ച് ബോൾട്ട് തൻ്റെ മാനസികാവസ്ഥ, മത്സര മനോഭാവം, ഉന്നതിയിലെത്തുന്നതിൻ്റെ സമ്മർദ്ദങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ പങ്കിടുന്നു. ഒരു കായിക ഓർമ്മക്കുറിപ്പ് എന്നതിലുപരി ഈ പുസ്തകം അഭിലാഷത്തിൻ്റെയും പ്രതിരോധശേഷിയുടെയും മഹത്വത്തിനായുള്ള നിരന്തരമായ പരിശ്രമത്തിൻ്റെയും ഒരു കഥയാണ്. 2012 ലണ്ടൻ ഒളിമ്പിക്സിലെ 100 മീറ്റർ ഫൈനൽ വെറുമൊരു ഓട്ട മത്സരം എന്നതിലുപരി ബോൾട്ടിൻ്റെ പാരമ്പര്യം ഉറപ്പിക്കുന്ന ഒരു നിമിഷമായിരുന്നു അത്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പുരുഷന്മാർ ട്രാക്കിൽ സ്ഥാനം പിടിച്ചപ്പോൾ അന്തരീക്ഷം ഊർജ്ജസ്വലമായിരുന്നു. പ്രതീക്ഷ നിറഞ്ഞതായിരുന്നു. നിലവിലെ ചാമ്പ്യനായ ബോൾട്ട് അവരിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു, എന്നാൽ പ്രതീക്ഷയുടെ ഭാരം വഹിച്ചു. അദ്ദേഹത്തിൻ്റെ കഴിവ് ശാരീരികം മാത്രമല്ല, മാനസികവുമായിരുന്നു. ഒരു പോക്കർ പ്ലെയറിനെ പോലെ അദ്ദേഹത്തിന് തൻ്റെ എതിരാളികളെ വായിക്കാനും അവരുടെ ശരീരഭാഷ നിരീക്ഷിക്കാനും സംശയത്തിൻ്റെയും അസ്വസ്ഥതയുടെയും സൂക്ഷ്മ ലക്ഷണങ്ങൾ കണ്ടെത്താനും കഴിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത എതിരാളിയും പരിശീലന പങ്കാളിയുമായ യോഹാൻ ബ്ലേക്ക് അസ്വസ്ഥനായിരുന്നു. ബോൾട്ട് അദ്ദേഹത്തെ ശാന്തനായി നിലനിർത്താൻ സഹായിക്കാൻ ശ്രമിച്ചു, പക്ഷേ ആ നിമിഷം ബ്ലേക്കിനെ അമ്പരപ്പിച്ചു. ബോൾട്ട് ബ്ലോക്കുകളിൽ സ്ഥിരതാമസമാക്കിയപ്പോൾ ഒരു വേട്ടയാടുന്ന ഓർമ്മ ഉയർന്നുവന്നു. തെറ്റായ തുടക്കം കുറിക്കരുത്. 2011 ലോക ചാമ്പ്യൻഷിപ്പിൽ തോക്ക് ചാടിയതിന് അദ്ദേഹം അയോഗ്യനാക്കപ്പെട്ടു. ആ തെറ്റ് ആവർത്തിക്കുമോ എന്ന ഭയം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയെ ഭീഷണിപ്പെടുത്തി. എലൈറ്റ് അത്ലറ്റുകൾക്ക് മുൻകാല പരാജയങ്ങളുടെ പാടുകൾ ഉണ്ട്, പക്ഷേ ചാമ്പ്യന്മാർ അതിനേക്കാൾ ഉയരുന്നു. തോക്ക് വെടിയുതിർത്തു. ബോൾട്ടിന് അദ്ദേഹത്തിൻ്റെ തുടക്കം മോശമായിരുന്നെന്ന് തൽക്ഷണം മനസ്സിലായി. ജസ്റ്റിൻ ഗാറ്റ്ലിൻ കുറ്റമറ്റ ഒരു ലോഞ്ചുമായി മുന്നോട്ട് കുതിച്ചു, നേരത്തെ തന്നെ ഒരു മുൻതൂക്കം നേടി. എന്നാൽ ബോൾട്ട് തൻ്റെ മുന്നേറ്റത്തെയും നീളത്തെയും ചരിത്രത്തിൽ മറ്റാരെയും പോലെ വേഗത കൂട്ടാനുള്ള കഴിവിനെയും വിശ്വസിച്ചു. മറ്റ് സ്പ്രിന്റർമാർ ദൂരം മറികടക്കാൻ ഏകദേശം 45 ചുവടുകൾ എടുത്തപ്പോൾ ബോൾട്ടിന് 41 ചുവടുകൾ മാത്രമേ ആവശ്യമുള്ളൂ. 60 മീറ്റർ എത്തുമ്പോഴേക്കും അദ്ദേഹം അവരെ മറികടന്നു. 80 മീറ്റർ ദൂരം അദ്ദേഹം അവരെ മറികടന്നു പറന്നു. ഓട്ടത്തിൻ്റെ രണ്ടാം പകുതിയിൽ പരമാവധി വേഗത സൃഷ്ടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി. 80 മീറ്ററിൽ താൻ വിജയിച്ചു എന്ന് ബോൾട്ടിന് അറിയാമായിരുന്നു. അദ്ദേഹം വിശ്രമിച്ചു. ആ നിമിഷം അദ്ദേഹം ആസ്വദിച്ചു. ചെറുതായി വിശ്രമിക്കുകയും കൈകൾ ഉയർത്തി ആഘോഷിക്കുകയും ചെയ്തു. പക്ഷേ ഘടികാരം ചലിച്ചുകൊണ്ടിരുന്നു. ലൈനിലേക്ക് കുതിച്ചപ്പോൾ നിർണായകമായ മില്ലി സെക്കൻഡുകൾ നഷ്ടപ്പെട്ടുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. സമയം മിന്നിമറിഞ്ഞു. 9:63 ഒരു ഒളിമ്പിക് റെക്കോർഡ്. പക്ഷേ 2009 9:58 എന്ന അദ്ദേഹത്തിൻ്റെ ലോക റെക്കോർഡ് അല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പരിശീലകനായ ഗ്ലെൻ മിൽസ് തുറന്നടിച്ചു, അമേച്വർ വിജയം പോരാ. ബോൾട്ടിന് 9:52 അല്ലെങ്കിൽ 9:49 പോലും ചെയ്യാൻ കഴിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഘോഷ നിമിഷം ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ സമയത്തിനുള്ള അവസരം നഷ്ടപ്പെടുത്തി. 2012 ബോൾട്ടിൻ്റെ ഓട്ടം ആധിപത്യത്തെക്കുറിച്ച് മാത്രമല്ല, അഭിലാഷത്തെക്കുറിച്ചും അച്ചടക്കത്തെക്കുറിച്ചുമായിരുന്നു.
തുടർച്ചയായ സ്വയം മെച്ചപ്പെടുത്തലിന്റെ കഥയാണ് ഏറ്റവും വലിയവർക്ക് പോലും അവരുടെ പരിധികൾക്കപ്പുറത്തേക്ക് മുന്നേറാൻ കഴിയുമെന്ന് തെളിയിക്കുന്നത്. ഇതിഹാസങ്ങളെ വിജയങ്ങൾ കൊണ്ട് മാത്രമല്ല, അസാധ്യമായ കാര്യങ്ങൾ പിന്തുടരുന്നതിലൂടെയും നിർവചിക്കാമെന്ന് അദ്ദേഹം കാണിച്ചുതരുന്നു. ഉയരം, കാൽവെപ്പ്, നീളം, ത്വരണം എന്നിവയുടെ സവിശേഷമായ സംയോജനം സ്പ്രിന്റിങ്ങിനെ സമീപിക്കുന്ന രീതിയെ മാറ്റിമറിച്ചു. അദ്ദേഹം തലമുറകളെ പ്രചോദിപ്പിച്ചു, ട്രാക്കിലേക്കും ഫീൽഡിലേക്കും ശ്രദ്ധയും ആവേശവും കൊണ്ടുവന്നു. പല എലൈറ്റ് അത്ലറ്റുകളിൽ നിന്നും വ്യത്യസ്തമായി ബോൾട്ട് മത്സരിക്കുമ്പോഴെല്ലാം അദ്ദേഹം രസിപ്പിച്ചു, ലോകമെമ്പാടും പ്രിയങ്കരനാക്കി. 100 മീറ്ററിലെ 9:58 സെക്കൻഡ്, 200 മീറ്ററിലെ 19:19 സെക്കൻഡ് എന്നീ റെക്കോർഡുകൾ ബോൾട്ട് കൈയടക്കാതെ തുടരുന്നു. ഇത് അദ്ദേഹത്തിന്റെ മേധാവിത്വം ശക്തിപ്പെടുത്തുന്നു. അദ്ദേഹം സ്വയം പരിധിയിലേക്ക് തള്ളിവിട്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എത്ര വേഗത്തിൽ ഓടാൻ കഴിയുമായിരുന്നു എന്ന നിലനിൽക്കുന്ന ചോദ്യം അവശേഷിക്കുന്നു. ഉസൈൻ ബോൾട്ടിന്റെ കരിയർ അഭിലാഷം, സ്ഥിരോത്സാഹം, മഹത്വം തേടൽ എന്നിവയുടെ പാഠമാണ്. 2012 അദ്ദേഹത്തിന്റെ ലണ്ടൻ ഓട്ട മത്സരം ഒരു നിർണായക നിമിഷമായിരുന്നു. ഓട്ട ചരിത്രത്തിൽ മാത്രമല്ല, വിശാലമായ കായിക മേഖലയിലും വിജയത്തിൽ പോലും യഥാർത്ഥ മഹത്വം ഒരിക്കലും സ്ഥിരമാകാതിരിക്കുന്നതിലാണെന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. ഒരു പക്ഷേ അതാണ് ഒരു ഇതിഹാസമായി മാറുന്നത്. അവർ സ്ഥാപിച്ച റെക്കോർഡുകൾ മാത്രമല്ല, അവർ എത്തിച്ചേരാൻ ശ്രമിക്കുന്ന അനന്തരമായ കഴിവുകളും.